നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരു തിരുഹൃദയത്തിൻ്റെ രൂപമില്ലേ? ഇല്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടോ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആ തിരുഹൃദയത്തിൻ്റെ രൂപമൊക്കെ എത്ര പഴയതാണ്. ചില കുടുംബങ്ങളിൽ ഇപ്പോഴും എനിക്കറിയാം, ഭവനം പണിത് പുതിയത് പണിതിട്ടും അന്ന് അത് പറയുന്ന കാരണമുണ്ട്. അച്ഛാ, ഈ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളിരുന്ന് ഇന്നലകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പഴയ വീട്ടിൽ വെച്ച് ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ വേദനകളൊക്കെ അതുകൊണ്ട് ഭവനം പുതിയതായി, പക്ഷെ ഞങ്ങൾ ആ രൂപം മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയ രൂപം തന്നെ പുതിയ ഭവനത്തിൽ വെച്ചിട്ടുള്ളവരുണ്ട്. നമുക്കറിയാം ഈ തിരുഹൃദയത്തിൻ്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഹൃദയമുണ്ട് അല്ലേ? തിരുഹൃദയത്തിൽ പിന്നെ ഹൃദയം ഇല്ലാതിരിക്കുകയല്ലോ, അതുകൊണ്ട് ഹൃദയമുണ്ട്. നമുക്കാണ് ഹൃദയം ഇല്ലാത്ത. ചിലപ്പോൾ നമ്മൾ നോക്കി പലതും പറയും, ഒരു ഹൃദയം ഇല്ലല്ലോ എന്ന് പറയും. നമ്മുടെ ചില പ്രവൃത്തി പെരുമാറ്റം കാണുമ്പോൾ ഹൃദയം അവിടെ പോയി ചോദിക്കുന്നത്, ഇത്ര ഹൃദയം കഠിനമായി പോയെന്നൊക്കെ ചോദിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ തിരുഹൃദയ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ അതിനകത്തൊരു തിരുഹൃദയം നമുക്ക് കാണാൻ പറ്റും. ഹൃദയത്തിൻ്റെ അടയാളമാണ്. ഹൃദയം എന്തിൻ്റെ അടയാളമാണ്? പിള്ളേരുടെ അടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, മക്കളെ ഹൃദയം എന്തിൻ്റെ അടയാളമാണ്? ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നാ കൊടുക്കുന്നത്? ഒരു ഹൃദയം വരച്ചിട്ട് ഒരു മറ്റേ ആരോയൊക്കെ കുത്തി കയറ്റി അല്ലേ? ഹൃദയത്തിൻ്റെ അടയാളമാണ് സ്നേഹത്തിൻ്റെ, അല്ലേ? ഹൃദയം സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതായത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഏറ്റവും പരമോന്നതവും പരിശുദ്ധവുമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് തിരുഹൃദയം. അതുകൊണ്ടാണ് ആ ഹൃദയം. പിന്നെന്തൊക്കെയുണ്ട് ഹൃദയത്തിൽ? തീയുണ്ട് അല്ലേ? ഹൃദയത്തിൽ മുകളിൽ കണ്ടിട്ടില്ലേ? തീയുണ്ട്. തീയുണ്ട്. ആ തീ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പറ. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള തീയാണ് കേട്ടോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തീ, അതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, നമ്മെ ശുദ്ധീകരിക്കുന്ന, പാപത്തിൽ നിന്നൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണത്. രണ്ട്, നമ്മോടുള്ള ഈശോയ്ക്കുണ്ടായിരുന്ന പാഷനേറ്റ് ലവ്, തീഷ്ണമായ സ്നേഹം, ജ്വലിക്കുന്ന സ്നേഹം, അങ്ങനെ പറയും. മനസ്സിലാവും എന്ത് സ്നേഹം? ഈശോയ്ക്ക് നമ്മളുണ്ടായിരുന്ന ജ്വലിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് തീ ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ട് ആ തിരുഹൃദയത്തിൻ്റെ മേൽ നമ്മൾ കാണുന്നത്. ജ്വലിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ ആ പാപത്തെ, അല്ലേ, നമുക്ക് ആ ജ്വലിക്കുന്ന സ്നേഹം കിട്ടണമെങ്കിൽ നമ്മളിലുള്ള പാപം വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്ന അഗ്നിയായും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഹൃദയത്തിന് നമ്മളോടുള്ള ജ്വലിക്കുന്ന സ്നേഹമായിട്ടും അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പിന്നെ എന്നെക്കൊള്ളേ മുൾക്കിരീടമുണ്ട് അല്ലേ? മുൾക്കിരീടമുണ്ട്. അതെന്തിനാ മുൾക്കിരീടം വെച്ചേക്കുന്നത്? മുൾക്കിരീടം എന്തിനാ? മുൾക്കിരീടം എന്നാ? മുൾക്കിരീടം ഈശോയുടെ ശിരസിൽ വെച്ച് അടിച്ചു. എന്നിട്ട് കർത്താവിന് എന്നാ പറ്റിയേ? മുൾക്കിരീടം വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ പറ്റും? റോസപ്പൂവിൻ്റെ കിരീടമല്ല, മുള്ള്. മുൾക്കിരീടം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധനാടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈശോയുടെ ശിരസിൽ വെച്ച മുള്ളിൻ്റെ സൈസ്. അയ്യോ, നമ്മളത് പേടിയാവും മരോ കാണുമ്പോൾ. ഇത്രയും നീളമുണ്ട് അതിലുള്ള ഓരോ മുള്ള്. അതിങ്ങനെ വെച്ചിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാൻ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ അടി അടിക്കുമ്പോൾ അതങ്ങോട്ട് കയറും. ഇത്രയും അങ്ങോട്ട് കയറും അതിനുള്ളിലേക്ക്. അപ്പോൾ അത് ചോര അങ്ങോട്ട് ചീറ്റുന്നത്. ഒന്നാമത്തെ ബോഡി ചൂടായി നിൽക്കുമ്പോൾ എവിടെയെങ്കിലും മുറിവുണ്ടായ അപ്പോൾ ചോര നന്നായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരും. ഇത് ഈ മുൾക്കിരീടം വെച്ചിട്ട് അടിക്കുക. അതായത് ആ മുൾക്കിരീടം സൂചിപ്പിക്കുന്നത് ഈശോയുടെ സഹനമാണ്. ആ സ്നേഹമുള്ളിടത്തല്ലേ സഹനമുള്ളൂ. അപ്പോൾ ഈ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലാണ് തിരുഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. പൂർണ്ണമായ സ്നേഹം പൂർണ്ണമായ സഹനത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ആ സഹനത്തിൻ്റെ അടയാളമായ ആ മുൾക്കിരീടമാണ് ആ ഹൃദയത്തിന് ചുറ്റും നമ്മൾ കാണുന്നത്. ആ സഹനവും അതോടൊപ്പം തന്നെ ഈശോ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചതിൻ്റെ ആ സ്നേഹത്തിൻ്റെ സഹനമാണ്. എത്രമാത്രം ഈശോ സഹിച്ചു. പിന്നെ എന്നെ കൊള്ളേ തീർന്നോ? ഇനിയും കിടക്കുന്നു. ഇത്ര അറിയത്തുള്ളോ? കുരിശുണ്ട് ഇല്ലേ? കുരിശുണ്ട്. മനുഷ്യകുലത്തിൻ്റെ രക്ഷ, അതിൻ്റെ അടയാളം തന്നെ കുരിശൻ്റെ മീതെ നിന്ന് കാണാൻ പറ്റും. ആ ഫ്ലെയിമിൻ്റെ നടുക്കായിട്ട് ഒരു കുരിശ് കണ്ടിട്ടില്ലേ? തീയുടെ നടുക്കായിട്ട് ഒരു കുരിശ് കാണാൻ പറ്റും. അത് ഈശോ പൂർണ്ണമായും നമുക്ക് വേണ്ടി നൽകിയതിൻ്റെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണമായും ഒരാൾ തരും. സ്നേഹം പൂർണ്ണത പ്രാപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നൽകും.
അപ്പോൾ പൂർണ്ണമായും നമുക്ക് നൽകിയതിൻ്റെ അടയാളമായിട്ടാണ് ആ കുരിശ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ രക്ഷ സാധ്യമായതിൻ്റെ ആ സ്നേഹത്തിൽ അവൻ നമ്മെ രക്ഷിച്ചു വീണ്ടെടുത്തു. ഇനിയുണ്ട് അതിനകത്ത് ഹൃദയം, തീ, കുരിശ്, മുൾക്കിരീടം. ഇനിയുണ്ട്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നോക്കി നിങ്ങളുടെ വീട്ടിലുള്ള തിരുഹൃദയം. ചില തിരുഹൃദയത്തിലൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഒറിജിനൽ തിരുഹൃദയത്തിലുള്ള സാധനങ്ങളാണ്. തിരുരക്തമുണ്ട്. തിരുരക്തം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? തിരുരക്തം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? മുറിവുണ്ടാകണം അല്ലേ? അപ്പോൾ അവിടെ ആ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മുറിവ് കാണാൻ പറ്റും. മുറിവ്. ആ മുറിവ് സൂചിപ്പിക്കുന്നത് ഈശോ ശരീരത്തിൽ ഏറ്റെടുത്ത സഹനങ്ങളാണ്. ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത സഹനങ്ങളാണ് ആ മുറിവ്. തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടത് വരെയുള്ള ആ മുറിവുകളുണ്ടല്ലോ. അത് ഇനി അതിൽ നിന്നും ഒഴുകി ഇറങ്ങി എന്തൊക്കെ നമുക്ക് ചില സമയത്ത് ആ പടത്തിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ രക്തവും വെള്ളവുമാണ് അവിടുന്ന് ഒഴുകിയത്. രക്തവും വെള്ളവും എന്തിനാ സൂചിപ്പിക്കുന്നത്? രക്തം വിശുദ്ധ കുർബാനയെയും വെള്ളം മാമോദീസായെയും, അതായത് നമ്മെ വിശുദ്ധീകരിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കുന്ന കൂദാശകൾ.